ഈ സർക്കാർ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ ഒരു കരാർ ഒപ്പിടൽ തന്നെയാണല്ലോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ. ഇത്തരത്തിലുള്ള പ്രപ്പോസൽ കേന്ദ്രം മുന്നോട്ട് വെച്ചു എങ്കിൽ പോലും പദ്ധതിയുമായി തൽക്കാലം സർക്കാർ മുന്നോട്ട് പോവുക തന്നെയല്ലേ ലക്ഷ്യം വെക്കുക? തീർച്ചയായിട്ടും തിരകശി കരാർ ഒപ്പിടുന്നതിന്റെ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച യോഗത്തിൽ ചർച്ചയാവുക. അതിൽ ഈ ത്രികക്ഷി കരാർ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും പകുതി പൈസ സംസ്ഥാനവും പകുതി കേന്ദ്രവുമാണ്. റിസർവ് ബാങ്കാണ് ഈ സംസ്ഥാന വിഹിതം നൽകാൻ വൈകിയാൽ ആ പണം റിസർവ് ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ള കേന്ദ്ര വിഹിതം, മറ്റു പദ്ധതി വിഹിതമുണ്ട്, ആ വിഹിതത്തിൽ നിന്ന് റെയിൽവേ കൈമാറാം. അതായത് സംസ്ഥാനം ഏതെങ്കിലും കാരണവശാൽ സംസ്ഥാനത്തിന്റെ വിഹിതം ഈ പദ്ധതിയിലേക്ക് കൈമാറുന്ന വൈകിയാൽ അത് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ സംസ്ഥാനത്ത് നൽകാനുള്ള കേന്ദ്ര വിഹിതത്തിന്റെ ഭാഗമായുള്ള പണം നൽകാമെന്നൊരു കരാറിലാണ് സംസ്ഥാനം ഒപ്പിടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ പദ്ധതിക്ക് തടസ്സമുണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് കേന്ദ്രത്തിനും ഉള്ളത്. പല സംസ്ഥാനങ്ങളും വലിയ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് സംസ്ഥാന വിഹിതം നൽകാമെന്ന് പറയുകയും പാതി വെച്ച് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനാണ് കേന്ദ്രം ഇത്തരമൊരു ഈ ത്രികക്ഷി കരാറിന്റെ സാധ്യതകൾ പരിശോധിച്ചത്. അവിടെ അതേ സാധ്യത തന്നെയാണ് ഇവിടെ ഈ ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും അതിനോട് യോജിപ്പാണ്. നേരത്തെ സംസ്ഥാനം ഒന്ന് മടിച്ചാണ് ആ കാര്യത്തിൽ ഒപ്പിടാതെ മാറുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനവും അങ്ങനെ കേന്ദ്ര നിലപാടെടുത്താൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം, ഏത് വിധേനയും പദ്ധതി നടപ്പാക്കണമെന്നൊരു താല്പര്യം സംസ്ഥാന സർക്കാർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നിബന്ധന കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അത്തരമൊരു കരാർ ഒപ്പിടാൻ തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി നിർണായക യോഗമാണ് ഇന്ന് ചേരുന്നത്. ഏതായാലും റെയിൽവേയുടെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ റെയിൽവേ ഇനി ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാരും നിലവിൽ ഇതൊരു ഒറ്റവരി പാത നിലപാട് തന്നെയാണ് പോകുന്നത്. ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അങ്ങനെ പാടില്ല, ഇത് ഇരട്ടപ്പാതയെ തന്നെ ഇപ്പോഴേ വേണം, അതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന അഭിപ്രായമുള്ളത്. അത് കേന്ദ്രത്തിന്റെ റെയിൽവേയുടെ ഒരു പൊതു തീരുമാനമായി വരാതിരുന്നാൽ പദ്ധതി വൈകില്ല. വളരെ വേഗം കേരളത്തിന്റെ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിന്റെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല അഭിലാഷം അധികം വൈകാതെ സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. ചില തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കും എന്നും കരുതാം.